Hi dear students, good morning. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൻ്റെ അടുത്തൊരു ക്ലാസ്സിലോട്ടാണ് നാം പോകുന്നത്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആസ് എ ഫേസ് ഓഫ് ടെസ്റ്റിംഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആസ് എ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആയിരുന്നു. ഇത് രണ്ടാമത്തെ സെക്ഷൻ, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആസ് എ ഫേസ് ഓഫ് എ ടെസ്റ്റിംഗ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. In the integration testing phase, the focus is not only whether functionality of the component work well, but also whether they work together and deliver subsystem and system functionality. ഈ ഫേസ് ഓഫ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു അതിൻ്റെ ഫംഗ്ഷൻ മാത്രം അല്ലെങ്കിൽ കമ്പോണൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് മാത്രം ചെക്ക് ചെയ്യുകയല്ല. അതിൽ ഓരോ കമ്പോണൻറ്റ് വൈസിൽ ചെക്കിങ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തമായിട്ടുള്ള വർക്ക് എങ്ങനെ, അല്ലെങ്കിൽ അതിൽ ഓരോ സബ് സിസ്റ്റത്തിൻ്റെയും വർക്ക് കറക്റ്റായിട്ട് നടക്കുന്നത്, അതിൽ ഓരോ സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള ചെക്കിംഗ് ആണ് ഫേസ് ഓഫ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഫേസ് ഫോക്കസ് ഓൺ ഫൈൻഡിങ് ഡിഫെക്ട്സ് വിത്ത് predominantly arise because of combining various components for testing and should not be focused on for component or few component integration. ഓരോ കമ്പോണൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെറിയ കമ്പോണൻ്റ് ആയിട്ട് തരംതിരിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. ഫൈൻഡിങ് ഡിഫക്റ്റ്, മൊത്തമായിട്ടുള്ള ഡിഫക്റ്റ് കമ്പൈൻ ചെയ്ത് കമ്പോണൻറ്റുകളെ പരസ്പരം കൂട്ടിച്ചേർത്തിട്ട് അതിലെ ഡിഫക്ട്സുകൾ മനസ്സിലാക്കുന്ന രീതിയാണ് ഫേസ് ഓഫ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The integration testing phase focus on finding the defects. Defects ആണ് which predominantly arise because combining various components for testing. Combining predominantly integration testing as a phase of testing involves different activities and different types of testing have to be done that phase. ഒരു ഫേസ് എന്ന രീതിയിൽ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൻ്റെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും പലതരത്തിലുള്ള ടെസ്റ്റിങ്ങും ആ ഒരു ഫേസിൽ നടക്കാറുണ്ട്. ദിസ് ഈസ് എ ടെസ്റ്റിംഗ് ഫേസ് that achieve this. The focus should not be only planned test case execution but also an unplanned ടെസ്റ്റിംഗ്. ഇവിടെ വെറും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് മാത്രമല്ല, അൺപ്ലാൻഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് കൂടി നടക്കാറുണ്ട്. അത്തരം ടെസ്റ്റിങ്ങിനെ പറഞ്ഞ പേരാണ് അഡ്ഹോക്ക് ടെസ്റ്റിംഗ്. അഡ്ഹോക്ക് ടെസ്റ്റിങ്ങിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് എക്സ്പ്ലോററ്ററി ടെസ്റ്റിങ്, മങ്കി ടെസ്റ്റിങ്, ഔട്ട് ഓഫ് ദ ബോക്സ് ടെസ്റ്റിങ്, അങ്ങനെയുള്ളതൊക്കെ തന്നെ അഡ്ഹോക്ക് ടെസ്റ്റിങ്ങിന് എക്സാമ്പിൾ. അപ്പോൾ അഡ്ഹോക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻഡായ ടെസ്റ്റിങ്ങിൻ്റെ കൂടെ വരുന്ന അൺപ്ലാൻഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് അഡ്ഹോക്ക് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The integration testing phase involves developing and executing test cases that cover multiple components and functionality. When the functionality of the different components are combined and tested together to sequence of related. The integration testing phase involves developing and executing test cases. In the integration testing phase ഡെവലപ്പിങ്ങും ടെസ്റ്റ് കേസസിൻ്റെ ഡെവലപ്പിങ്ങും എക്സിക്യൂഷനും നടക്കുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ കമ്പോണന്റുകൾ കൂട്ടിച്ചേർത്ത് അവയുടെ ഫങ്ഷണാലിറ്റിയെ കൂട്ടിച്ചേർത്തിട്ട് അവയുടെ ഡെവലപ്പിങ്ങും എക്സിക്യൂഷനും നടക്കുന്നുണ്ട് ഇൻ്റഗ്രേഷൻ ടെസ്റ്റ് കേസിൽ. ഈ ഫങ്ഷണാലിറ്റി കമ്പോണന്റുകൾ പരസ്പരം കൂട്ടിച്ചേർത്ത് ടെസ്റ്റ് ചെയ്യുന്ന, അതായത് സീക്വൻസ് മാനറിനെ, ആ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷനെ പറയുന്ന പേരാണ് സെനാരിയോസ്. അതിൻ്റെ functionality of different components are combined and tested. കമ്പോണൻസിനെ പരസ്പരം കൂട്ടിച്ചേർത്ത് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ പറയുന്ന പേരാണ് സെനാരിയോസ്. സെനാരിയോ ടെസ്റ്റിംഗ് ഈസ് എ പ്ലാൻഡ് ആക്ടിവിറ്റി
to explore different usage patterns and combine them into test cases called scenario test case. സെനാരിയോ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്ലാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് അതിൽ ഓരോ പാറ്റേൺ കമ്പൈൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടെസ്റ്റ് കേസ് യൂസ് അതിൽ ഡിഫറെൻറ്റ് ടെസ്റ്റ് കേസിനാണ് സെനാരിയോ ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻസിനാണ് സെനാരിയോ കണ്ടീഷൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതാണ് സെനാരിയോ ടെസ്റ്റിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് എന്താണ് സെനാരിയോ ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. System scenario is a method whereby a set of activities used for scenario testing covers several components in the system. അതായത് സിസ്റ്റം സെനാരിയോ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസാണ്. സെനാരിയോ സെറ്റ് ടെസ്റ്റിങ് കൊണ്ട് ഡിഫറെൻറ്റ് കമ്പോണൻസിനെ ടെസ്റ്റ് ചെയ്യാൻ കഴിയും. മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന അപ്രോച്ചുകളാണൊന്ന് സ്റ്റോറി ലൈന്. അതിന് മുന്നേ 2 ടൈപ്പ് പറഞ്ഞില്ല. ദർ ആർ 2 മെത്തേഡ്സ് യൂസ്. 2 തരത്തിലുള്ള സെനാരിയോസ് ഉണ്ടെന്ന് സിസ്റ്റം സെനാരിയോയും യൂസ് കേസ് സെനാരിയോ അല്ലെങ്കിൽ റോൾ ബേസ്ഡ് സെനാരിയോ. അതിന് സിസ്റ്റം സെനാരിയോ ആണ് ആദ്യം പറയാനുള്ളത്. സിസ്റ്റം സെനാരിയോ എന്ന് പറയുമ്പോൾ അത് ഡെവലപ്മെൻറ്റ് പ്രൊഡക്റ്റുമായിട്ടുള്ള പറയുന്നതാണ്. യൂസ് കേസ് എന്ന് പറയുമ്പോൾ അത് ഓരോ റോളുകൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് സമയങ്ങളിൽ ഓരോരുത്തർക്ക് ഓരോരോ യൂസറിന് ഉണ്ടാകുന്ന റോളുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് യൂസ് കേസ് സെനാരിയോ എന്ന് പറഞ്ഞത്. സിസ്റ്റം സെനാരിയോ ഞാൻ പറഞ്ഞ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസാണ്. അതിന് പല പല കമ്പോണൻസിനെ ഒരേ സമയം കവർ ചെയ്യുന്നൊരു അപ്രോച്ചാണ്. അതിന് ഉപയോഗിക്കുന്ന അപ്രോച്ചുകൾ എക്സാമ്പിൾ പറയുന്നുണ്ട്. സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി രൂപമാണ് സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലൈഫ് സൈക്കിൾ ഓർ സ്റ്റേറ്റ് ട്രാൻസിഷൻ. ലൈഫ് സൈക്കിൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിറൈവ് ഡിഫറൻസ് ട്രാൻസിഷൻ ദാൻ ഹാപ്പൻ ഇൻ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ട്രാൻസിഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചേഞ്ചുകളെന്ന് മനസ്സിലാക്കാനുള്ളതാണ് ട്രാൻസിഷൻ. പിന്നെ അടുത്തത് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റോറീസ് ഫ്രം കസ്റ്റമർ. അതായത് കസ്റ്റമറിൻ്റെ ഡെലിവർ ചെയ്തതിന് ശേഷമുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. പിന്നെ പറഞ്ഞ ബിസിനസ് വെർട്ടിക്കൽസാണ്. എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് വ്യത്യസ്ത വെർട്ടിക്കൽസിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ബിസിനസ് വെർട്ടിക്കൽ. അത് ഉദ്ദേശം മെയിനായിട്ട് ബിസിനസ് മാർക്കറ്റിലുള്ള അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യലാണ്. പിന്നെ അടുത്ത ബാറ്റിൽ ഗ്രൗണ്ടാണ്. ബാറ്റിൽ ഗ്രൗണ്ട് പറയുന്നത് അത് ഫീൽഡിൽ അതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. അതായത് അതിന് ജസ്റ്റിഫൈ ചെയ്യുക, നമ്മുടെ ഈ ഒരു ഉണ്ടാക്കിയ പ്രൊഡക്റ്റിന് ജസ്റ്റിഫൈ ചെയ്യുക. അത് എത്രത്തോളം നമ്മൾ സെർവറിലിടാന്ന് പറയുന്ന പോലെ തന്നെ അത് അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ എത്രത്തോളം വർക്ക് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കലാണ് ബാറ്റിൽ ഗ്രൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് സിസ്റ്റം സെനാരിയോയിൽ പറയാനുള്ളത്. പിന്നെ അടുത്ത് പറഞ്ഞ യൂസ് കേസ് സെനാരിയോ ആണ്. യൂസ് കേസ് സെനാരിയോ ഞാൻ പറഞ്ഞ യൂസ് കേസ് സെനാരിയോ ഈസ് എ സ്റ്റെപ്പ് ബൈ പ്രൊസീജിയർ ഓൺ ഹൗ എ യൂസർ ഇൻറ്റൻസ് ടു യൂസ് എ സിസ്റ്റം വിത്ത് ഡിഫറെൻറ്റ് യൂസർ റോൾസ് ആൻഡ് അസോസിയേറ്റഡ് പാരാമീറ്റർ. പല പല യൂസർ റോളുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത പാരാമീറ്റേഴ്സ്. ഒരു പ്രത്യേക തരം നമ്മൾ ഒരു അളവുകോൽ എന്ന് പറയുന്ന മാതിരിയാണ് പാരാമീറ്റേഴ്സ്. അവർ എങ്ങനെയാണ് ഓരോ റോളുകളും പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ളതാണ് യൂസ് കേസ് സെനാരിയോ. യൂസ് കേസ് സെനാരിയോ ക്യാൻ ഇൻക്ലൂഡ് സ്റ്റോറീസ്, പിക്ചേഴ്സ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്. യൂസ് കേസ് സെനാരിയോയിൽ എന്താണ് അതിൻ്റെ നമ്മുടെ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് നടക്കണം എന്നുള്ള റിട്ടേൺ ഫോർമാറ്റ്. പിന്നെ പിക്ചേഴ്സ്, പിന്നെ ഡിപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ടായിരിക്കും. യൂസ് കേസ് ആർ യൂസ്ഫുൾ ഫോർ എക്സ്പ്ലെയിനിങ് കസ്റ്റമർ പ്രോബ്ലംസ് ആൻഡ് ഹൗ ദ സോഫ്റ്റ്വെയർ ക്യാൻ സോൾവ് ദോസ് പ്രോബ്ലം വിത്തൗട്ട് എനി ആംബിഗ്വിറ്റി. യൂസ് കേസ് സെനാരിയോയിൽ കസ്റ്റമറിൻ്റെ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യും, അതെങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഓരോ റോളുകളും തീരുമാനിക്കും. അത് സോഫ്റ്റ്വെയറിലും ആ ഓരോ റോൾസാണ് യൂസ് കേസ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. എ യൂസ് കേസ് ക്യാൻ ഇൻവോൾവ് സെവറൽ റോൾസ് ഓർ ക്ലാസ് ഓഫ് യൂസർ ഹു typically
പെർഫോം ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ റോൾ. ഓരോ റോളിനനുസരിച്ച് യൂസ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവറൽ റോളുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകളാണ്. അതിൽ ഓരോ റോളിനും അതിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് നിർവഹിക്കലാണ് യൂസ് കേസ് സെനാരിയോ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. യൂസ് കേസ് സെനാരിയോസ് ടേംസ് ദ യൂസർ വിത്ത് ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് ആസ് ആക്ടർ. ആക്ടർ എന്ന രീതിയിൽ പലതരം റോളുകളും ഉണ്ട്. What the product should do for the particular activities termed as system behavior. അതിലെ സിസ്റ്റത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ആക്ടിവിറ്റീനെ പറഞ്ഞ പേരാണ് സിസ്റ്റം ബിഹേവിയർ. റോൾസിനെ പറയുന്ന പേരാണ് ആക്ടർ. യൂസർ വിത്ത് എ സ്പെസിഫിക് റോൾ ടു ഇൻറ്ററാക്ട് ബിറ്റ്വീൻ ദ ആക്ടർ ആൻഡ് ദ സിസ്റ്റം കോൾഡ് ഏജൻറ്റ്. ആക്ടറിന് സിസ്റ്റത്തിനും കൂടി പരസ്പരമുള്ള ഇൻട്രാക്ഷന് സാധ്യമാകുന്ന റോളുകളെ പറയുന്ന പേരാണ് ഏജൻറ്റ്. ആക്ടേഴ്സ് ഉണ്ട്. ആക്ടേഴ്സ് പറഞ്ഞാൽ യൂസേഴ്സ് തന്നെയാണ് ആക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുക. പിന്നെ പ്രൊഡക്റ്റ് ആക്ടിവിറ്റിനെ പറയുന്ന പേരാണ് സിസ്റ്റം ബിഹേവിയർ. ഈ പ്രൊഡക്റ്റ് ആക്ടിവിറ്റിയും ആക്ടറും കൂടി കൂട്ടിച്ചേർക്കുന്നതാണ് ഏജൻറ്റ്. ഇത്തരം കാര്യങ്ങളാണ് യൂസ് കേസ് സെനാരിയോ പറയുന്നത്. യൂസ് കേസ് സെനാരിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഓരോ റോളുകൾ പറയാവുന്നതാണ്. പിന്നെ അടുത്ത് പറയുന്ന ടേമാണ് ഡിഫെക്ട് ബാഷ്. ഡിഫെക്ട് ബാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്ഹോക്ക് ടെസ്റ്റിംഗ് തന്നെയാണ്. അഡ്ഹോക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. അൺപ്ലാൻഡ് ആയിട്ട് ടെസ്റ്റിംഗ് ആണെങ്കിൽ പോലും ഡിഫെക്ട് ബാഷിൽ പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. ഡിഫെക്ട് ബാഷ് ഈസ് ആൻ അഡ്ഹോക്ക് ടെസ്റ്റിംഗ് വേർ പീപ്പിൾ പെർഫോമിംഗ് ഡിഫറെൻറ്റ് റോൾസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടെസ്റ്റ് ദ പ്രോഡക്റ്റ് ടുഗദർ അറ്റ് ദി സെയിം ടൈം. ഒരേ സമയം തന്നെ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്യലാണ്. ഒരു ടീമിലെ വ്യത്യസ്ത റോളുകൾ ചെയ്യുന്നതാണ്. ചെയ്തിട്ട് പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയാണ് ഡിഫെക്ട് ബാഷ്. ഒരു തരത്തിൽ അൺപ്ലാൻഡ് ആണെങ്കിൽ പോലും ഇതിൽ കുറേ ആക്ടിവിറ്റീസ് പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ടെസ്റ്റിംഗ് ബൈ ഓൾ ദ പാർട്ടിസിപ്പൻസ് ഡ്യൂറിങ് ഡിഫെക്ട് ബാഷ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ റിട്ടേൺ ടെസ്റ്റ് കേസ്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്ലാൻഡ് അല്ലാത്ത പോലത്തെ ഒരു ടെസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ടെസ്റ്റ് കേസ് ഒന്നും തന്നെ റിട്ടേൺ ഇത് വയ്ക്കാതെ ഇന്ന ടെസ്റ്റ് കേസ് ആണെന്ന് അങ്ങനെ പറയാതെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഇതൊരു അഡ്ഹോക്ക് ടെസ്റ്റിംഗ് പോലെയാണെന്ന് പറയാൻ കാരണം. ദേ ക്യാൻ ആൾസോ ടു ബി ടെസ്റ്റഡ് ഈസ് ലെഫ്റ്റ് ടു ആൻ ഇൻഡിവിജ്വൽസ് ഡിസിഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഡിസിഷൻസും ക്രിയേറ്റിവിറ്റിയും ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഡിഫെക്ട് ബാഷ് ആർ പ്ലാൻഡ് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെയാണ് പ്ലാൻഡ് ആക്ടിവിറ്റി. ഒരു തരത്തിൽ പറയുമ്പോൾ അൺപ്ലാൻഡ് ആണ്, എന്നാൽ ഒരു തരത്തിൽ പറയുമ്പോൾ അത് പ്ലാൻഡ് ആണ്. അതായത് ഡിഫെക്ട് ബാഷിൻ്റെ ഡ്യൂറേഷൻസ്, പിന്നെ പ്രൊഡക്റ്റ് ബിൽഡിങ്സ് എങ്ങനെയെന്ന് സെലക്ട് ചെയ്യൽ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഡിഫെക്ട് ബാഷ് മാത്രം ഞാൻ ഡിഫൈൻ ചെയ്യുള്ളൂ, അതിൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പോൾ എന്താണ് ഡിഫെക്ട് ബാഷ് എന്ന് മനസ്സിലാക്കുക, എന്തെങ്കിലും സംശയം ചോദിക്കുക. ഓക്കെ, താങ്ക് യു.